മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. പിന്നെ വീട്ടുകാര്യങ്ങൾ നോക്കാൻ ഒരു ജിൻസി ഉണ്ട്. മാഡത്തെക്കാൾ വലിയ ഭരണമാ ജിൻസിക്ക്. നമ്മൾ എന്ത് ചെയ്താലും അതിലൊരു കണ്ണുണ്ടാവും. ചെറിയ രീതിയിൽ ആജ്ഞാപിക്കും, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ ഓരോ ഉത്തരവുകൾ. അങ്ങനെയൊക്കെ ഇടപെടണോ മോളെ? ഏയ് അതൊന്നും വേണ്ട. പിന്നെ അവിടെ ഒരു ഏകാന്തത പോലെയാ. ഒറ്റയ്ക്കായ പേടിയാവും. അധികം ബഹളോ ഒച്ചപ്പാടൊന്നും ഇല്ലാതെ ഒറ്റയ്ക്കിരിക്കുന്നേ പലപ്പോഴും നല്ലത് അല്ലേ അമ്മേ? അതെ, മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ലല്ലോ. സമാധാനമായിട്ട് ജോലി ചെയ്യാം. പിന്നെ ഈ ജിൻസിയുടെ കാര്യങ്ങൾ ജിൻസി നോക്കട്ടെ, നമുക്കതിലൊന്നും ഇടപെടാൻ പോണ്ട. അത്രേ ഉള്ളൂ അമ്മേ. ദേവികയുടെ ഓഫീസ് വിശേഷങ്ങൾ കേട്ടു. നമ്മുടെ സൂപ്പർവൈസർ ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല, അവിടെ കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നു. പറച്ചില്ലല്ലോ, ഒരു ഉഷാറില്ലല്ലോ. സൂപ്പർവൈസർ കീഴ് ജീവനക്കാരെ വരട്ടോ? ആ വേണ്ടി വന്നാ അത്രേ ഉള്ളൂ. അല്ല അമ്മേ, വക്കീലെന്താ പറഞ്ഞേ? നാളെ രാവിലെ സുഹറെ കാണാൻ പോണം. കാട്ടൂരാൻ പറഞ്ഞിരുന്നല്ലോ സുഹറെ നമ്മുടെ പ്രധാന സാക്ഷിയാക്കണമെന്ന്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ ലീവ് കിട്ടുമെന്ന്. അല്ല, കിട്ടാൻ വഴിയില്ല. വേണ്ട വേണ്ട, ജോലിക്ക് കയറിയിട്ട് അധികം നാളായില്ലല്ലോ, ലീവ് എടുക്കണ്ട. ഞാൻ രജനിയും കൂട്ടിയിട്ട് പോവാം. എന്തായാലും വിചാരണ ദിവസം 2 പേരും ലീവ് എടുക്കണം. അതിനു മുൻപ് അവധി വേണ്ട. രജനി ചേച്ചി സുഹ്റാന്റിയെ കണ്ടിട്ടുണ്ടല്ലേ? സുഹറയ്ക്ക് രജനിയെ വലിയ കാര്യോ. എങ്ങനെയെങ്കിലും അവരെ ഒന്ന് സാക്ഷിയാക്കണം. കേസൊക്കെ പെട്ടെന്ന് അവസാനിപ്പിച്ച് എല്ലാം കലങ്ങി തെളിയണം. എല്ലാം നന്നായിട്ട് വരും ആന്റി. എന്നാ പിന്നെ നമുക്ക് കഴിച്ചാലോ? കഴിച്ചോളെ. വാ. BP 6 മണിക്കൂർ ഇടവിട്ട് ചെക്ക് ചെയ്യണം. ഫിസിയോതെറാപ്പിയും മുടക്കണ്ട. എല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാ, വേറെ പേടിക്കാനായിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ എക്സസൈസ് മുടങ്ങാതെ ചെയ്യണം. അതുപോലെ തന്നെ ഫുഡിന്റെ കാര്യവും കൃത്യസമയത്ത് തന്നെ കഴിക്കണം. പിന്നെ വെയിറ്റ് കുറയ്ക്കണം. വെയിറ്റ് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അത്രയൊക്കെ മതി. പറയുന്ന പോലെ ചെയ്യാൻ ഡോക്ടർ. ജിൻസി കൃത്യമായി മെഡിസിൻ കൊടുക്കാൻ ശ്രദ്ധിച്ചോണം. ശരി ഡോക്ടർ, ഞാൻ ശ്രദ്ധിച്ചോളാം. ഓക്കെ, ശരി മാഡം. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഷുവർ, താങ്ക് യു. ഓക്കെ മാഡം, ശരി. ശരി. എന്താ മാഡം, മെഡിക്കൽ ടീമൊക്കെ മാഡത്തിന് എന്തെങ്കിലും പറ്റിയതാണോ? എനിക്കെന്ത് പറ്റാൻ? എനിക്കെന്തെങ്കിലും പറ്റണമെന്നാണോ? അയ്യോ മാഡം, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. എനിക്ക് അസുഖമൊന്നുമില്ല. താൻ ചെയ്യേണ്ട ജോലിയൊക്കെ പെട്ടെന്ന് തീർക്കണം, മനസ്സിലായല്ലോ? മനസ്സിലായി മാഡം. പെൻഡിങ് വർക്കൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ AR എക്സ്പോർട്സിന്റെ കണക്കുകൾ ഉടനെ തീർക്കണം. ശരി മാഡം. നാളെ തന്നെ അത് പൂർത്തിയാക്കണം. ശരി മാഡം. മാഡത്തിനല്ലെങ്കിൽ പിന്നെ ആർക്കാ ഹെൽത്ത് ഇഷ്യൂ? ഇവിടെ മറ്റാരും ഇല്ലല്ലോ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കരുതെന്ന് ഇവിടെ വന്നപ്പോ തന്നെ പറഞ്ഞതല്ലേ. മര്യാദയ്ക്ക് ചെന്ന് ജോലി. സോറി മാഡം.
എന്ത് ചെയ്തിട്ട് ഒരു സോറി പറഞ്ഞോണ്ടായില്ല. പറയുന്നത് അനുസരിക്കാൻ വയ്യെങ്കിലേ ഇവിടെ അധിക നാളുണ്ടാവില്ല. ഇവിടെ മറ്റാരെങ്കിലും ഉണ്ടോ? സുഹ്റാന്റി എന്താ നമ്മളോട് വീട്ടിൽ ചെല്ലണ്ട ഇവിടെ കാണാന്ന് പറഞ്ഞത്? സുഹറ പുറത്തെങ്ങാനും പോകുന്നുണ്ടാവും. ഇവിടെ അടുത്തല്ലേ ജമാലിന്റെ പെങ്ങള് ജോലി ചെയ്യുന്നേ, അങ്ങോട്ട് പോകാനും കൂടിയാവും. ആ ദേ ആന്റി വന്നു. മുജീബെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ശരി. ആ സുഹറ, സുഖായിരിക്കുന്നു? എത്ര നാളായി കണ്ടിട്ട്. ആ അതെ, ഞാനും അമ്മയും കൂടി പറയുമായിരുന്നു ആന്റിക്കിന്ന് പുറത്തോട്ട് ഇറങ്ങേണ്ട ആവശ്യം കാണും, അതായിരിക്കും ഇവിടെ കാണാന്ന് പറഞ്ഞെന്ന്. പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. നിങ്ങളിങ്ങനെ കാണാന്ന് കരുതി. ചന്ദ്രമതി ഞാനുമായിട്ടുള്ള ബന്ധം വെച്ച് നോക്കുമ്പോ നിങ്ങൾ എന്റെ വീട്ടിൽ വരുന്നത് ശരിയല്ലല്ലോ. നാട്ടുകാരെന്ത് കരുതും? സുഹറയ്ക്ക് സുഖാണല്ലോ അല്ലേ? ചന്ദ്രമതി വിളിക്കാറുണ്ടോ? എന്നെ കാണണമെന്ന് പറഞ്ഞ എന്തിനാ? ആദ്യം അത് പറയൂ. സുഹറയ്ക്ക് എന്തെങ്കിലും തിരക്കാണോ? എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടോ? എന്റെ തിരക്ക് എന്റെ കാര്യമല്ലേ. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്തിനാ? സുഹറ, എന്റെയും ചന്ദ്രമതിയുടെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങള് സുഹറയ്ക്കറിയല്ലോ. അറിയാം. കോടതിയിൽ കേസ് നടക്കുക. 2 ദിവസം കഴിഞ്ഞാൽ അതിന്റെ അവസാന വാദമോ. ചന്ദ്രമതിയെ ഇതുവരെ ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല. ആ സാഹചര്യത്തിലാ സുഹറയെ കാണാമെന്ന് വിചാരിച്ചത്. ചന്ദ്രമതി ഞങ്ങൾക്ക് അനുകൂലമായിട്ട് കോടതിയിൽ കാര്യങ്ങൾ പറയൂന്ന് സമ്മതിച്ച മുൻപ് പിരിഞ്ഞത്. ഏതെങ്കിലും സാഹചര്യത്തില് ചന്ദ്രമതിക്ക് കോടതിയിലെത്താൻ സാധിക്കാതിരുന്നാൽ സുഹറ കോടതിയിൽ വരണം. എന്തിന്? ഞങ്ങൾക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയണം. ഞങ്ങളുടെ അഡ്വക്കേറ്റ് കാട്ടൂരാൻ വക്കീല. അദ്ദേഹോ പറഞ്ഞ് ചന്ദ്രമതി ആന്റി മൊഴി കൊടുക്കുന്ന അതേ പ്രാധാന്യം കിട്ടും ആന്റിയുടെ അടുത്ത ഫ്രണ്ട്സ് മൊഴി കൊടുത്താലോന്ന്. ചന്ദ്രമതിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി സുഹറയല്ലേ? സുഹറ ഞങ്ങൾക്ക് വേണ്ടി കോടതിയിൽ വരണം. ഞാൻ കോടതിയിലേക്ക് വരണമെന്നോ? ഞാൻ കോടതിയിൽ എത്താതിരിക്കാൻ വേണ്ടിയാ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ആന്റി ഇതെന്തൊക്കെയാ പറയുന്നത്? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നില്ല അല്ലേ? ആ പാവം ചന്ദ്രമതിയുടെ ജീവിതം തൊലച്ചത് നിങ്ങളല്ലേ? ആദ്യം മീരമോൾക്ക് നിങ്ങൾ ആശ കൊടുത്തു, നന്ദൻ കല്യാണം കഴിക്കുമെന്ന്. അവൾ അവസാനം അങ്ങനെയായി. പിന്നെ ബലരാമൻ ചേട്ടനെ കൊന്നു. ജീവിതകാലത്ത് ചന്ദ്രമതിക്ക് കണ്ണീര് തോരോ? സമാധാനായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റുമോ? എന്നിട്ടിപ്പോ വന്നിരിക്കുന്നു കോടതിയിൽ അനുകൂലമായിട്ട് സാക്ഷി പറയാൻ. അവളെ കിട്ടാത്തതുകൊണ്ട് എന്നെ തേടി പിടിച്ചു വന്നു എന്നൊരു ന്യായോ? എന്റെ സുഹറ, കാര്യങ്ങൾ സുഹറ കരുതുന്ന പോലൊന്നും അല്ല. എല്ലാം ചന്ദ്രമതിക്ക് മനസ്സിലായി കഴിഞ്ഞു. തനുജയ്ക്കൊപ്പം അവള് നാട്ടിന്ന് പോകുന്നതിന് മുൻപ് ഞങ്ങളെ വന്ന് കണ്ടതാ. കോടതിയിൽ വന്ന് മൊഴി കൊടുക്കാന്ന് സമ്മതിച്ചതാ. നിങ്ങൾ ഈ പറയുന്ന പച്ചക്കള്ളൊക്കെ വിശ്വസിക്കാനേ വേറെ ആളെ നോക്ക്. നിങ്ങൾ ചന്ദ്രമതിയെ അപായപ്പെടുത്തിയൊന്ന് ഞാനിപ്പോ സംശയിക്കുന്നു. കുറെ ദിവസമായി അവളെ ഫോണിൽ കിട്ടിയിട്ട്.
ആന്റി ഞങ്ങൾക്കും കിട്ടുന്നില്ല ചന്ദ്രമതി ആന്റിയെ. ഞങ്ങളീ പറഞ്ഞൊന്നും കള്ളമല്ല. സിദ്ധാർത്ഥൻ ചന്ദ്രത്തിന്റെ വീട്ടുകാരല്ലേ, പറയുന്നത് സത്യമാണോ കള്ളോന്നൊക്കെ പ്രത്യേകിച്ച് പറയണ്ട. ആന്റി ഈ രീതിയിലൊന്നും സംസാരിക്കരുത്. അച്ഛൻ അവഹേളിക്കരുത്. ആരെയും അവഹേളിക്കുന്ന സ്വഭാവം സുഹറയ്ക്കില്ല. അവഹേളിക്കുന്നതും അപവാദം പറയുന്നതും കൊല്ലുന്നതും ഒക്കെ നിങ്ങളുടെ ശീലോ. പാവം ചന്ദ്രമതി. ബലരാമൻ ചേട്ടന്റെ മരണം അന്വേഷിച്ച് ഞാൻ പോയ ദിവസം എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ കരച്ചിലും നിങ്ങൾ ശപിച്ചതും എന്റെ മനസ്സിൽ നിന്ന് പോവില്ല. പാവം പിന്നീട് ദിവസം വിളിച്ച് കരയായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഫോണിൽ കിട്ടാതായി. അത് ത്യാഗരാജൻ അവളെ വീട്ടുതടവിൽ ഇടുന്നത് പോലെ ഇട്ടതുകൊണ്ടാ. അന്നേ ദിവസം തന്നെ ഞങ്ങളുടെ വീട്ടിലും വന്നു, ഒരുപാട് സംസാരിച്ചു, ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുമെന്നും പറഞ്ഞു. വേണ്ട, കാര്യം കാണാൻ വേണ്ടി കാലി പിടിക്കണ്ട. നിങ്ങളോട് സംസാരിക്കാൻ പോയിട്ട് മുഖത്ത് നോക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുന്നില്ല. വേണ്ട, പറയണ്ട. അമ്മേ ഇനിയും കെഞ്ചണ്ട. മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കട്ടെ. രജനി, പരിചയമുണ്ടല്ലോ, ഈ ഒരു അവസ്ഥയിൽ സഹായിക്കുമല്ലോ എന്ന് കരുതിയിട്ടാ വന്നത്. അപ്പൊ വലിയ ആളാകുന്നു. ആന്റിയുടെ മൊഴി ഇല്ലാതെ തന്നെ ഞങ്ങൾ ജയിച്ചോളാം. ആന്റി കോടതിയിൽ വരണ്ട, തീർന്നില്ലേ? ഓ, ഇതുവരെ ഞാൻ വിചാരിച്ചത് കോടതിയിൽ വരണ്ടെന്നാ. പക്ഷെ ഇപ്പൊ മനസ്സ് മാറ്റി. തീരുമാനിച്ചു, ഞാൻ കോടതിയിൽ വരും. എന്തിനാന്നറിയോ? നിങ്ങൾക്കെതിരെ മൊഴി കൊടുക്കാൻ. സുഹറ, കൂടുതലൊന്നും പറയണ്ട. ഒരു കൊലപാതകിയുടെ ഭാര്യയും മകളും ഇനി എന്നെ കാണാൻ വരരുത്. സുഹറ, പോവാം മുജീബ്. ശരി. നീ ഇത്രയും ഷാർപ്പായിട്ട് സംസാരിക്കണ്ടായിരുന്നു. അച്ഛനെ ആക്ഷേപിച്ചപ്പോ നിയന്ത്രണം വിട്ടുപോയി. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യുമേ? നോക്കാം, കാട്ടൂരാൻ വക്കീലിനോട് കാര്യങ്ങൾ പറയാം. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? കുഴപ്പമില്ല മാഡം. കുഴപ്പമില്ലാന്നേ ഉള്ളൂ. ഞാൻ കരുതി താൻ വളരെ ഹാപ്പി ആയിട്ടാ ഇവിടെ ജോലി ചെയ്യുന്നതെന്ന്. അതെ മാഡം, ഈ ജോലിയിൽ എക്സ്പീരിയൻസ് കുറവുള്ളതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോണം. ഓക്കെ? മാഡം, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. മാഡം മുകളിലായിരുന്നോണ്ടാ ഞാൻ. അത് നന്നായി. എന്താ ഡൗട്ട്? ഓറിയന്റൽ ഗ്രൂപ്പിന് റിമൈൻഡർ അയക്കുമ്പോ പ്രീവിയസ് കമ്മ്യൂണിക്കേഷൻ അറ്റാച്ച് ചെയ്യണോ? വേണമെന്നില്ല, ഡേറ്റും നമ്പറും റെഫർ ചെയ്താൽ മതി. പിന്നെ റിമൈൻഡർ അല്പം ഷാർപ്പ് ആയിക്കോട്ടെ. ശരി മാഡം. ഹലോ ത്യാഗരാജ. മാഡം, കാര്യം സക്സസ്. സുഹറയെ കണ്ടോ? കണ്ടു. മാഡം പറഞ്ഞ രീതിയിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. എന്തു പറഞ്ഞു സുഹറ? നമ്മുടെ കൂടെ നിൽക്കില്ലേ? പിന്നെ ചന്ദ്രമതി ചേച്ചിയെ കുറിച്ച് പറഞ്ഞ് ഞാൻ കണ്ണീരൊഴുക്കി. എന്റെ പ്രകടനത്തിൽ അവര് വീണു. ത്യാഗരാജന്റെ പ്രകടനവും സുഹറയുടെ വീഴ്ചയും അവിടെ നിൽക്കട്ടെ.
സുഹറ കോടതിയിലേക്ക് വരുമോ? ഉറപ്പാണോ? ഉറപ്പായും വരും മാഡം. സിദ്ധാർത്ഥനെതിരെ കൃത്യമായ മൊഴി കൊടുക്കുകയും ചെയ്യും. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001-9001-56 8000-8001-20. ചന്ദ്രമതി ചേച്ചി അവരോട് പറഞ്ഞിട്ടുള്ളതും പിന്നെ നമ്മുടെ വക്കീൽ അവരോട് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അവർ കൃത്യമായിട്ട് കോടതിയിൽ പറഞ്ഞോളാന്ന് പറഞ്ഞു. അപ്പൊ കോടതിയിൽ വാദം കഴിയുന്നവരെ സുഹറയുടെ പിന്നിൽ നമ്മുടെ ഒരാൾ വേണം. അത് കൃത്യമായിട്ടുണ്ടാവും മാഡം. ഞാൻ ആ കാര്യം ശ്രദ്ധിച്ചോളാം. ഈ കേസിൽ സിദ്ധാർത്ഥന് ശിക്ഷ കിട്ടണമെങ്കിൽ സുഹറ കോടതിയിലെത്തണം. നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച വന്നാ അതോടെ തീരും. പണം എത്ര വേണമെങ്കിലും വാരി എറിയാൻ ഞാൻ. പക്ഷേ നിയമത്തിന്റെ വഴിക്കേ പോവൂ. അതിനു വേണ്ടത് കൃത്യമായിട്ടുള്ള തെളിവുകളും സാക്ഷികളോ. പിന്നെ പറഞ്ഞോളൂ മാഡം. ഞാൻ വിളിക്കാം. ഓ മാഡം, ഒരു ഡൗട്ട് കൂടി ഉണ്ടായിരുന്നു. തനിക്ക് ഒട്ടും മര്യാദയില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ ഫോണിൽ സംസാരിക്കുമ്പോ അത് കഴിഞ്ഞേ വരാവൂന്ന്? അല്ല മാഡം, ഇത് ക്ലിയർ ചെയ്തിട്ട് വേണം മെയിൽ ചെയ്ത് കൊടുക്കാൻ. അതിന് 5 മിനിറ്റ് കാത്തു നിന്ന് ആകാശം ഇടിച്ചു വീഴോ? ഇവിടുത്തെ രീതികൾ അനുസരിക്കാൻ വയ്യെങ്കിൽ പോയിക്കൊള്ളണം. സോറി മാഡം, സോറി. എന്താ നിന്റെ ഡൗട്ട്? മാഡം, ഇതിൽ പറഞ്ഞിരിക്കുന്ന തുകയും ബില്ലിൽ ചേർത്തിരിക്കുന്ന തുകയും തമ്മിൽ ടാലി ആവുന്നില്ല. വിളക്കാൻ തയ്ച്ചത് പാണ്ടായല്ലോ. നമുക്ക് അനുകൂലമായി സാക്ഷി പറയാൻ വന്നിട്ട് ഇപ്പത്തെ നമുക്കെതിരെ മൊഴി കൊടുക്കുമെന്നുള്ള അവസ്ഥ. ഹെട്ടിന്റെ പണിയായി പോയി. നമ്മള് സൂറെ കാണാൻ പോകാതിരുന്നാ മതിയായിരുന്നു. വക്കീൽ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ അവിടെ പോയത്. ഞാൻ ഒരു മണ്ടത്തരം പറഞ്ഞു എന്ന് വെച്ച് ഉടനെ ചാടിക്കയറി അങ്ങ് അനുസരിക്കുക. വരും വരായികൾ ആലോചിക്കണ്ടേ? വക്കീലെ, തമാശയല്ലത്. അടുത്തതിന് എന്ത് വേണമെന്ന് സീരിയസ് ആയിട്ട് ആലോചിക്കണം. സീരിയസ് ആയിട്ട് തന്നെയാ ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ കൃത്യമായിട്ട് ഒരു ഉത്തരം കിട്ടണ്ടേ? ചന്ദ്രമതി എവിടെ അന്ന് കൃത്യമായിട്ട് അറിയില്ല. സൂറ വരില്ല. ത്യാഗരാജനാണെങ്കിലോ സർവ്വസന്നാഹങ്ങളുമായി രണ്ടും കൽപ്പിച്ച് അങ്ങ് നിൽക്കുക. പണി പാലും വെള്ളത്തിലാ കിട്ടിയിരിക്കുന്നത്. വക്കീലെ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യമല്ല വരേണ്ടത്, ആ ചന്ദ്രമതിയാ. ഒന്ന് നിർത്തുവോ? എന്ത് ചെയ്യണോന്നറിയാതെ അന്തം വിട്ടിരിക്കുമ്പോ തമാശ പറഞ്ഞ് ഭ്രാന്താക്കുക. എന്തിനാ എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നേ? വക്കീലെ, കുട്ടികളോട് ദേഷ്യം കാണിക്കുന്ന പോലെ എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞോണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കേസ് വിടുക. ആ ശരി, തുമ്മിയെ തരയ്ക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോട്ടെ. അയ്യോ, അങ്ങനെ പറയല്ലേ. നമുക്ക് മറ്റെന്തെങ്കിലും വഴി നോക്കാം. എന്റെ ഈശ്വര, ഇനിയിപ്പൊ എന്താ ചെയ്യുന്നേ? സിദ്ധാർത്ഥ സാറിനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കിയേ പറ്റൂ. സോറി വക്കീലെ, പെട്ടെന്ന് എന്റെ കൺട്രോൾ അങ്ങ് വിട്ടുപോയി. അപ്പൊ പിന്നെ എന്റെ കൺട്രോളും കൂടെ വിട്ടാ എങ്ങനെ ഇരിക്കും? ഉള്ളത് പറയാമല്ലോ, സംഗതി അല്പം സീരിയസാ. പക്ഷേ എവിടുന്നെങ്കിലും എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല.
എന്റെ മാഡം നിരാശപ്പെടണ്ട. ഏതെങ്കിലും രീതിയിൽ ഒരു സഹായം വരും. വരും. ഇല്ല, കേസ് ഞങ്ങളാണ് നടത്തുന്നതെങ്കിലും എനിക്ക് മറ്റൊരാളോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ ഫിക്സ് ചെയ്യാൻ പറ്റൂ. എന്തായാലും ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഓക്കെ ഓക്കെ, ഞാൻ വിളിച്ചോളാം വക്കീലെ. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.